നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. 9 വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് നദികളിൽ നിന്ന് മണൽ വാരൽ പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സമർപ്പിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ റവന്യൂ വകുപ്പ് അംഗീകാരം നൽകി. ഇതോടെയാണ് ഈ നിർണായക തീരുമാനം. സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഒരു ആശ്വാസമാണ് ഇതുവഴി ലഭിക്കുക. 2016 മണൽ വാരലിന് പാരിസ്ഥിതിക അനുമതി നിർബന്ധമാക്കിയതിനു ശേഷം സംസ്ഥാനത്ത് നദികളിൽ നിന്ന് മണൽ ഖനനം ചെയ്യുന്നതിന് അനുമതി ഉണ്ടായിരുന്നില്ല. എന്നാൽ കേന്ദ്രത്തിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ വന്നതോടെയാണ് വീണ്ടും മണൽ വാരുന്നതിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. ശ്രീനിവാസൻ വധക്കേസിൽ 3 പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം യഹിയ കോയ തങ്ങൾ, തൃശൂർ ഡിവിഷണൽ സെക്രട്ടറി CA റൌഫ്, അബ്ദുൾ സത്താൻ എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. NIA എതിർപ്പ് തള്ളിയാണ് സുപ്രീം കോടതിയുടെ ഈ നടപടി. പ്രതികൾക്ക് കുറ്റകൃത്യവുമായി നേരിട്ട് ബന്ധമില്ലെന്നും ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ജയിലിൽ അടയ്ക്കാൻ കഴിയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ കേസിൽ പ്രതികളായ SDPI പ്രവർത്തകർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. സംസ്ഥാനത്ത് ദേശീയപാതയിൽ പലയിടങ്ങളിലും വിള്ളലുകളും മണ്ണിടിച്ചിലും രൂപപ്പെട്ടു. മലപ്പുറം, തൃശൂർ, കാസർഗോഡ്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് ദേശീയപാതയിൽ വ്യാപക വിള്ളലും മണ്ണിടിച്ചിലും കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴുകയും ചെയ്തിരുന്നു. തൃശൂരിൽ ചാവക്കാട് നിർമ്മാണം പുരോഗമിക്കുന്ന മേൽപ്പാലത്തിന്റെ മുകളിലാണ് വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അധികൃതർ വിള്ളലുകൾ മൂടുകയായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരുന്നു. ടാറിട്ട് മൂടുകയല്ല വേണ്ടതെന്നും സ്ഥിരം പരിഹാരമാണ് ചെയ്യേണ്ടതെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് യുവതിയായ ബിന്ദുവിനെ വ്യാജമോഷണ കേസിൽ കുടുക്കുകയും മാനസികമായി പീഡിപ്പിച്ച കേസിൽ ASI പ്രസന്നന് സസ്പെൻഷൻ. GD ചാർജിൽ ഉണ്ടായിരുന്ന പ്രസന്നൻ അമിതാധികാരം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സസ്പെൻഷൻ. കമ്മീഷണർ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കുകയും നേരത്തെ തന്നെ പേരൂർക്കട SI പ്രസാദിനെ സസ്പെൻഡും ചെയ്തിരുന്നു. ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലവും പ്രസിദ്ധീകരിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി. വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരവും ലഭിക്കും. വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ചതിനെതിരെ ഹൈക്കോടതി വിമർശനം ഉയർത്തിയിരുന്നു. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷാഫലം തടഞ്ഞുവെച്ചതെന്നും കോടതി ചോദിച്ചിരുന്നു. ബാലാവകാശ കമ്മീഷനും പരീക്ഷാഫലം പുറത്തുവിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യത്തിനായി അപേക്ഷ സ്വീകരിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെ നീട്ടുകയും ചെയ്തു. കോഴിക്കോട്ടെ രാമനാട്ടുകരയിൽ MDMAയുമായി 2 പേർ പിടിയിലായി. കോഴിക്കോട് സിറ്റി പോലീസും ഡാൻസാർ സംഘവും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് 2 പേരെ പിടികൂടുന്നത്. ഇവരിൽ നിന്ന് നിരോധിത ലഹരി വസ്തുവായ MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. രാമനാട്ടുകര മേഖല കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പന സജീവമാണെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ദിവസങ്ങളായി നിരീക്ഷണം നടത്തിവരികയായിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇരുവർക്കുമെതിരെ കള്ളപ്പണ ഇടപാട് തെളിയിക്കുന്ന രേഖകൾ ഉണ്ടെന്നാണ് ഡൽഹിയിൽ PMLA പ്രത്യേക കോടതിയിൽ ED അറിയിച്ചത്. യങ് ഇന്ത്യ എന്ന കമ്പനി ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയാണെന്നാണ് ED അറിയിച്ചത്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 27 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ അംബുജൻ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഏകദേശം 50 മണിക്കൂർ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിനൊടുവിലാണ് മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയത്. അന്വേഷണ ഏജൻസികൾ തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്ന മാവോയിസ്റ്റുകളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള തുക അനുവദിച്ചു. 194 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. മെയ് മാസത്തെ പെൻഷനൊപ്പം 1 മാസത്തെ കുടിശ്ശിക കൂടിയാണ് നൽകുക. മൊത്തം 3200 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഈ മാസം 24 മുതലാണ് പെൻഷൻ ലഭിച്ചു തുടങ്ങുക. ജൂൺ 5-ന് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 2000 കോടി രൂപയുടെ വായ്പ സർക്കാരിന് ലഭിച്ചതിനെ തുടർന്നാണ് പെൻഷൻ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ധനജനീക്കത്തിന്റെ ഭാഗമായി ക്ഷേമ പെൻഷന്റെ 5 ഗഡുക്കളാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത്. ആ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. അടിയന്തരമായി സഹായം ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ 14,000 കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. ഉപരോധത്തിൽ അയവ് വരുത്തിയിട്ടും ഗാസയിലേക്ക് 5 ട്രക്കുകൾ മാത്രമേ ഇസ്രായേൽ കടത്തിവിടുന്നുള്ളൂ. US, കാനഡ, ഫ്രാൻസ്, UK എന്നിവർ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇസ്രായേൽ ഉപരോധത്തിൽ അയവ് വരുത്തിയത്.
കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങൾ വഹിച്ചുകൊണ്ട് 5 ട്രക്കുകൾ മാത്രമാണ് തിങ്കളാഴ്ച ഗാസയിലേക്ക് പ്രവേശിച്ചതെന്നും ആവശ്യമുള്ളവരിലേക്ക് ഇതുവരെ സഹായം എത്തിയിട്ടില്ലെന്നും UN ഹ്യൂമാനിറ്റേറിയൻ മേധാവി ടോം ഫ്ലെച്ചർ പറഞ്ഞിരുന്നു.